പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ FB പേജിലോ വരുമ്പോൾ സാധാരണ പൗരൻ പ്രതീക്ഷിക്കുക അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആണെന്നാണ്. ഈ പെർട്ടിക്കുലർ വകുപ്പ് വെച്ചിട്ട് അവർക്കെതിരെ ഒരു കേസും പോലീസിന് എടുക്കാൻ സാധിക്കില്ല. നമസ്കാരം സാർ. നമസ്കാരം സാർ, കഴിഞ്ഞ ദിവസം നടൻ സലിം കുമാറിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പേജിൽ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് 66E IT ആക്ട് പ്രകാരം ഇത്തരത്തില് കടന്നുകയറ്റം നടത്തുന്ന അല്ലെങ്കിൽ അനുവാദമില്ലാതെ ഫോട്ടോസ്, വ്യക്തിയുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയോ അങ്ങനെ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ IT ആക്ട് 66E പ്രകാരം കേസെടുക്കും, അതിന് പിഴയും തടവുമൊക്കെ ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അപ്പൊ അതിനെതിരെ സാറിന്റെ സംഘടന ഒരു ലീഗൽ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആക്ച്വലി ഇത് എന്താണ് സാർ സംഭവം? കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജില് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോലീസ്. അതെ. അപ്പൊ അത് തെറ്റായിട്ടും മിസ്റ്റീരിയമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ലീഗൽ മൂവ്മെന്റ് അല്ല, ഞങ്ങളുടെ സംസ്ഥാന സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഇത് തെറ്റാണെന്നും ഇത് മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് കത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ സർ. കാരണം പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ FB പേജിലോ വരുമ്പോൾ സാധാരണ പൗരൻ പ്രതീക്ഷിക്കുക അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആണെന്നാണ്. മാത്രമല്ല മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഈ സലീം കുമാറിന്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന വിഷയത്തിൽ ഈ പെർട്ടിക്കുലർ പോസ്റ്റിന് വളരെയധികം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ തെറ്റാണ്. ഈ IT ആക്ടിലെ 66E എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. IT ആക്ടിലെ 66E വെച്ചിട്ട് ഒരു കേസും ഇവർക്കെതിരെ എടുക്കാൻ ഒക്കില്ല എന്നുള്ളതാണ് ലീഗൽ പൊസിഷൻ. അതുകൊണ്ടാണ് അത് വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ സാർ. അതായത് ഈ നവമാധ്യമങ്ങള് വ്യക്തികളുടെ സ്വാതന്ത്ര്യമില്ലാതെ ഫോട്ടോസ് പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ടാണല്ലോ ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത്. അതെ. അപ്പൊ ഉറപ്പായിട്ടും എന്തോ പറഞ്ഞോളൂ. നവമാധ്യമങ്ങൾ മാത്രമല്ല, യൂട്യൂബ് ചാനൽസ് ഉൾപ്പെടെ അപ്പൊ കടന്നുകയറ്റം ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് ശരിയാണ് എന്നൊരു അഭിപ്രായം നമുക്കില്ല. ഈ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് എന്തുകൊണ്ടും തെറ്റ് തന്നെയാണ്. പക്ഷെ പോലീസ് പറഞ്ഞ ഈ വകുപ്പ് തെറ്റാണ് എന്നുള്ളതാണോ സാറിന്റെ? അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ നവമാധ്യമങ്ങളിൽ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത് അവര് ഒരു സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. ഈ ചെയ്യുന്നതൊട്ട് ശരിയല്ല. പ്രത്യേകിച്ച് ഒരാളിന് മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടൊരു മര്യാദയാണ്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതേസമയം ഈ പെർട്ടിക്കുലർ വകുപ്പ് വെച്ചിട്ട് അവർക്കെതിരെ ഒരു കേസും പോലീസിന് എടുക്കാൻ സാധിക്കില്ല. അന്ന് നടന്ന ഇഷ്യൂല് പോലീസിന് ചെയ്യാനൊക്കുന്നത് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് വരെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് അവകാശപ്പെടുന്നത്. അപ്പോൾ ആ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് ഒബ്സ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ BNS 221 അനുസരിച്ചിട്ട് കേസ് അവർക്ക് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഹൗസ് ട്രസ്പാസിന്, ക്രിമിനൽ ട്രസ്പാസിന് കേസ് ചാർജ് ചെയ്യാം. കാരണം അനുവാദമില്ലാതെ അവിടെ കടന്നു കയറി വന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ BNS 330യും 331 അനുസരിച്ച് ഹൗസ് ട്രസ്പാസിന് വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കാം. ഇത് രണ്ടുമേ പോലീസിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഒരു പ്രൈവസി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് 66E സ്കോപ്പ് അവിടെ ഇല്ല. കാരണം 66E പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് പാർട്സ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് 66E നിർവചിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്രൈവറ്റ് പാർട്സ് ഒരു വ്യക്തിക്ക് ഡിസ്ട്രോബ് ചെയ്യുമ്പോൾ റീസണബിൾ പ്രൈവസി എക്സ്പെക്ട് ചെയ്യാവുന്ന സാഹചര്യം മറ്റുള്ളവർ കാണുകയില്ല എന്ന് ഒരു വ്യക്തിക്ക് റീസണബിൾ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന സാഹചര്യത്തിൽ ഡിസ്ട്രോബ് ചെയ്യുകയോ എല്ലാത്ത സാഹചര്യങ്ങളിലോ മറ്റുള്ളവർ അങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല എന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ 66E ആപ്ലിക്കബിൾ ആകുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചില
ആർട്ടിസ്റ്റുകളൊക്കെ ചില വളരെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ പബ്ലിക് ഫംഗ്ഷൻസിനും ഇനോഗ്രൽ ഫംഗ്ഷൻസിനും അതിനൊക്കെ ഡ്രസ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ അങ്ങനെ അവർ വരുമ്പോൾ ചില ആളുകൾ അത് അൺകൾച്ചർഡ് ബിഹേവിയർ ആണ്, അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതുമാണ്. അവർ ചില ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്ത് അവർ ഫോട്ടോസ് എടുത്ത് അവർ വീഡിയോസ് എടുത്ത് അത് സർക്കുലേറ്റ് ചെയ്താൽ 66C അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആപ്ലിക്കബിൾ ആവില്ല. കാരണം 66C ആ റീസണബിൾ എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈവസി ഇല്ല എന്നുണ്ടെങ്കിൽ 66C അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. അത് ഈ സ്വകാര്യ ഭാഗങ്ങൾ എന്ന് നിർവചിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ്. മറ്റ് ഭാഗങ്ങളെ കുറിച്ചൊന്നും അത് പറയുന്നില്ല. അപ്പോൾ ഈ ശ്രീ സലീം കുമാറിന്റെ ഫ്യൂണറലിന് ഇവരിങ്ങനെ കാണിച്ച ക്രിമേഷൻ സമയത്ത് തള്ളി കയറിയതിന് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവില്ല. രണ്ടാമത് അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ എപ്പോഴും പറയുമ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ സെക്ഷൻസ് ഒന്നും തന്നെ പോലീസിന് വിളിച്ചു വരുത്തി ഡിലീറ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ കേസ് എടുത്ത് റിമാൻഡ് ചെയ്യാനോ ഉള്ള സ്കോപ്പുള്ള സെക്ഷൻസ് അല്ല. പോലീസിന് FIR ഇട്ട് 66C ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ട്രസ്പാസ് ആണെങ്കിലും ഒബ്സ്ട്രക്റ്റിംഗ് പബ്ലിക് സെർവന്റ് ഇൻ ഡിസ്ചാർജ് ഓഫ് പബ്ലിക് ഫംഗ്ഷൻ ആണെങ്കിലും എല്ലാത്തിനും VNSS 35(3) നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് കേസ് ചാർജ് ചെയ്ത് വിടേണ്ടി വരും. ഒരു റിപ്പീറ്റ് ഒഫൻഡറെ മാത്രമേ റിമാൻഡ് ചെയ്യാൻ അറ്റംപ്റ്റ് പോലും ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലാതെ ചെയ്താൽ അത് നോൺ കംപ്ലയൻസ് ഓഫ് സുപ്രീം കോർട്ട് സർണേഷ് കുമാർ ജഡ്ജ്മെന്റ് ആണ്. ഈ ചില മാധ്യമങ്ങളൊക്കെ മെയിൻ സ്ട്രീം വിഷ്വൽ മീഡിയയൊക്കെ പലപ്പോഴും പോലീസ് പറയുന്ന ഭാഷയിൽ കേട്ട് വളരെ ചില കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തിയതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ അത് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. കാരണം അർണേഷ് കുമാർ 2014 പ്രൊണൗൺസ് ചെയ്ത ദിവസം മുതൽ ഇതെല്ലാം സ്റ്റേഷൻ വെയിലബിൾ ഒഫൻസസ് ആയി 7 വർഷത്തിന് മുകളിൽ ശിക്ഷ വന്നാൽ മാത്രമേ റിമാൻഡ് വരുള്ളൂ. അതും കൂടെ ഈ സാഹചര്യത്തിൽ പറയേണ്ടതായിട്ട്. തീർച്ചയായിട്ടും സർ. അപ്പോൾ ഇത്തരത്തിലൊരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ അതും ഒഫീഷ്യൽ സൈറ്റിൽ വരുമ്പോൾ അതിൽ ഏത് രീതിയിലാണ് ഇനി പോലീസിന് അതിൽ ന്യായീകരണം ഉണ്ടാക്കാൻ പറ്റുന്നത്? അത് അവർ ഡിലീറ്റ് ചെയ്യാണോ അതോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുകയാണോ ചെയ്യാം? പോലീസ് മാന്യമായി പോലീസിന് ചെയ്യാൻ നോക്കുന്നത് ഒരു പബ്ലിക് അപ്പോളജി പേജിലിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് ഇത് തെറ്റായി പോയതാണ് എന്ന് പറഞ്ഞ് പബ്ലിക്കിനെ അറിയിക്കുകയാണ് പോലീസ് മാന്യമായി ചെയ്യേണ്ട കാര്യം. പോലീസ് അത് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഈ വാർത്ത ജൂൺ 8 പോലീസ് ഈ പോസ്റ്റ് ചെയ്തത്. അന്ന് മുതൽ ഞങ്ങളൊരു റീസണബിൾ ടൈം വെയിറ്റ് ചെയ്തു. അതിന്റെ അടിയിൽ 3-4 ആളുകൾ അതിന്റെ അടിയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 66C ആപ്ലിക്കബിൾ അല്ല എന്നും ഇത് മിസ്ലീഡിംഗ് ആണെന്നും ഒരു അഡ്വക്കേറ്റ് അടക്കം 3-4 ആളുകൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും പോലീസ് അത് ഡിലീറ്റ് ചെയ്യാനായിട്ടോ മോഡിഫൈ ചെയ്യാനോ തയ്യാറാകാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കത്തയക്കാൻ നിർബന്ധിതരായത്. കാരണം അതവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ അനുവദിക്കാൻ നോക്കില്ല. കാരണം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിപ്പോ വളരെ മാനക്കേടുമാണ്. കേരള പോലീസിൽ ഇരിക്കുന്നത് ഇതുപോലെ യാതൊരു നിയമത്തിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത വ്യക്തികളാണോ എന്ന് അറിയാമെന്ന ആളുകൾ പുച്ഛിച്ച് ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ആരെയാണ് പോലീസ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? പല പോലീസ് ഉദ്യോഗസ്ഥരും റിട്ടയർഡ് ആയിട്ടുള്ളവരും സർവീസിലുള്ളവരും നിയമത്തിനെ കുറിച്ച് വന്നിരുന്ന് പറയുന്നത് പൊട്ട തെറ്റുകളാണ്, പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ LDPS ആക്ടിനെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ വേറൊരു അവസരത്തിൽ വിശദീകരിക്കാം. പലതും മിസ്ലീഡിംഗ് ആണ്. അങ്ങനെയൊന്നും അധികാരമുള്ള കാര്യങ്ങളല്ല പോലീസ് പറയുന്നത്. ഓക്കെ സാർ. ഇപ്പോ കത്ത് കൊടുത്തതിന് ശേഷം അവർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പോ നിലവില്? ഇന്നലെ വരെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ചെക്ക് ചെയ്തിട്ടില്ല. ഇന്നലെ വരെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അത്തരത്തിലൊരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ അതിനകത്ത് കിടക്കുന്നത് ജനങ്ങളെ മുഴുവൻ എല്ലാവരെയും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടുമാണ്. ഒരിക്കലും അത് പോലീസ് ഒരു നിമിഷം പോലും അങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കാൻ പാടില്ല. വലിയൊരു നടപടി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് വരെ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
ഞാനിത് പോലീസ് ഒരു റീസണബിൾ പീരീഡിനകത്ത് പോലീസ് ഇത് മോഡിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഇത് പഠിക്കും. തീർച്ചയായിട്ടും സാർ, കൃത്യമായിട്ടും ഒരു നിലപാട് തന്നെയാണത്. ഇതുവരേക്കും അവരത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ നിയമങ്ങൾ അറിയാവുന്നവർ തന്നെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ അതാണ്. രണ്ടാമത് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും നിയമം അറിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. ചില റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ് വളരെ ഉന്നത റാങ്കുകളിലിരുന്ന് റിട്ടയർ ചെയ്തവർക്ക് പോലും ഈ സെക്ഷൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലാതെ പല തെറ്റായ കാര്യങ്ങളും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും വന്നിരുന്ന് പറയുന്നത് പോലെ തന്നെ സെർവ് ചെയ്യുന്ന സെർവിംഗ് ഓഫീസേഴ്സും പലപ്പോഴും വന്നിരുന്നു മിസ്ലീഡിംഗ് ആയിട്ടുള്ളത് പറയുന്നു. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോഴത്തേക്കും നമുക്കൊരു റീസണബിൾ എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ സബ്ജക്ട് എക്സ്പെർട്ട് ആയിരിക്കും, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നല്ല വിവരമുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളിലും ഇവരൊക്കെ പറയുന്നത് പല തെറ്റായിട്ടുള്ള ഇതാണ്. പോലീസ് അതുപോലെ പല കേസിലും റോങ് ഒഫൻസസ് ചാർജ് ചെയ്യുന്നത് കൊണ്ട് പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓവർ ആയിട്ടുള്ള വകുപ്പുകൾ ചേർക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള പരിധി തീർച്ചയായിട്ടും കൂടും. ഓക്കെ സാർ, ഇപ്പൊ വെർബലി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ അല്ലല്ലോ ഒഫീഷ്യൽ സൈറ്റിൽ വരുന്നത്. കുറച്ചും കൂടി ഗൗരവം കൂടുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടെ തന്നെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണും എന്നുള്ളത് മാത്രമല്ല, പല പോപ്പുലർ ആയിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളും ഇതിനെ ഹൈപ്പ് ചെയ്ത് പോലീസ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ്, കാരണം ശ്രീ സലീംകുമാർ മരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിന് വേദനിപ്പിച്ചതാണ് ഈ യൂട്യൂബർമാർ കാണിച്ചു കൂട്ടിയ അവിടുത്തെ ഒരു സംഭവ വികാസം. അപ്പൊ ആ കുടുംബത്തിനും വളരെയധികം മനോവിഷമം ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോലീസിന് ഒരു വീഴ്ചയുണ്ട്. കാരണം സലീംകുമാറിനെ പോലെ ഇത്രയും ഹ്യൂജ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു നടൻ മരിക്കുമ്പോൾ അവിടെ ഒരു അൺമാനേജബിൾ ക്രൗഡ് വരുമെന്നും ക്രൗഡ് കൺട്രോൾ മെഷേഴ്സ് എടുക്കണമെന്നും ഒരു സാമാന്യമായിട്ട് ഒരു കോമൺ സെൻസ് ഉള്ള പോലീസുകാർക്ക് അറിയേണ്ടതാണ്. ആ ജില്ലാ മേധാവിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സീനിയർ ഉദ്യോഗസ്ഥരും അതിന് വേണ്ടിയിരുന്ന നടപടി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഉള്ള ആളുകൾ വന്ന ഒരു സ്ഥലത്ത് അതിന് വേണ്ട ക്രൗഡ് കൺട്രോൾ മെഷേഴ്സ് എടുക്കണമായിരുന്നു. അവരൊക്കെ ചെയ്യുന്നത് VIPs വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് അവിടെ ഈ യൂട്യൂബേഴ്സിന് തള്ളിക്കയറാൻ ഒരു സാഹചര്യം തന്നെ ഉണ്ടായത്. എല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു റീസണബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുണ്ട്. തീർച്ചയായിട്ടും യൂട്യൂബേഴ്സ് ചെയ്തത് വളരെ മോശമാണ് സാർ. തീർച്ചയായിട്ടും ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പക്ഷെ പോലീസ് എല്ലാവർക്കും തെറ്റായിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ എല്ലാവരും പോലീസ് പറഞ്ഞ തെറ്റായ ഇൻഫർമേഷൻ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്തിട്ട് അവരെല്ലാവരും അതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ സാർ, ഇപ്പോ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ കടന്നു കയറുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ സലീംകുമാറിന്റെ വിഷയത്തിൽ മാത്രമല്ല, അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ വിഷയത്തിലും ഇത്തരത്തിൽ മാധ്യമങ്ങൾ സാഠ്യം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആക്ടറായിട്ടുള്ള മോഹൻലാലിന്റെ കണ്ണില് ഈ മാധ്യമങ്ങളുടെ മൈക്കിന്റെ പിടി കൊള്ളുന്നതും അത്തരത്തിൽ മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റം കുറെ നാളുകളായിട്ട് ചർച്ചയിലുള്ളതാണ്. ഇതിന് നേരത്തെ മുതലേ സർക്കാർ സത്യമായിട്ടും ഒരു നിയമം കൊണ്ടുവരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു കടിഞ്ഞാൻ ഇടേണ്ടതായിരുന്നു. ഇപ്പൊ എന്ന് നമുക്ക് തീർത്ത് നമ്മൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മുടെ. അപ്പം അതിന്റെ മറവിലാണ് ഈ മാധ്യമങ്ങൾ ഇതൊക്കെ കാണിച്ചു കൂട്ടാൻ. നമുക്കൊരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് മാത്രമേ ഇമ്പോസ് ചെയ്യാൻ ഒക്കുള്ളൂ. ഇപ്പൊ ശ്രീ മോഹൻലാലിന്റെ അടുത്തും ഒക്കെ കാണിച്ചതെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ തന്നെ സ്വയമേ ചില മര്യാദകൾ അവരൊരു കോഡ് ഓഫ് കോണ്ടക്ട് അവര് ഉണ്ടാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അവര് അങ്ങനെ ചെയ്യാത്തത് വളരെ ഖേദകരമാണ്. കാരണം പ്രസ്സിനെ നമുക്ക് കേർബ് ചെയ്യാൻ ഒക്കൂല. അങ്ങനെ ഒരു ലോയൊക്കെ സൃഷ്ടിച്ചാൽ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോ നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളെയും അതും ബാധിക്കും. തീർച്ചയായിട്ടും. അന്നേരം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ച ഇതുവരേക്കും ഒരു തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും നാണക്കേട് ഉണ്ടാക്കാവുന്ന കാര്യമാണ്. കോടതിയിലൊക്കെ ആരെങ്കിലും പോയി ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ വളരെ
നെഗറ്റീവ് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി. ഞങ്ങൾ നെഗറ്റീവ് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് മേധാവിയോട് ഒരു റിക്വസ്റ്റ് കൊടുത്തത്, താങ്കൾ ഇത് തിരുത്താനായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും സാർ, മനസ്സിലായി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു.